സാമൂഹിക ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും വികസനവും എന്നതാണ് രാജ്യം നേരിട്ട മൂന്നാമത്തെ വെല്ലുവിളി. പുരോഗതി എന്താനും ചില വിഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടന എന്നുണ്ടോ? അന്ന് അങ്ങനെ വായിക്കും. ഇന്ത്യൻ ഭരണഘടന സാമൂഹികമായി അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കും മത സാംസ്കാരിക വിഭാഗങ്ങൾക്കും പ്രത്യേക സംരക്ഷണം വ്യവസ്ഥ ചെയ്തു. ഒപ്പം സമത്വമായതയും അത് അംഗീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയിലെ രാഷ്ട്രം സമ്പാദിച്ച നിർദ്ദേശ തത്വങ്ങളിൽ ഒരു ജനാധിപത്യ സാമ്പത്തിക വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ആവശ്യമായ നയങ്ങൾ. ഹായ്, എല്ലാവരും നിഹാൽ മലയാളം വായിക്കുന്നത് കണ്ടല്ലോ അല്ലേ? നിഹാലിനെ നമ്മളിങ്ങനെ മലയാളം വായിക്കാൻ പഠിപ്പിച്ചത് 1-2 മാസം കൊണ്ടോ 1-2 വർഷം കൊണ്ടോ അവൻ അല്ലെങ്കിൽ +2 വരെ സ്കൂളിൽ പോയി പഠിച്ചത് കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് ഒരു നിഹാലിനെ പോലെ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ നമുക്ക് ആദ്യം എല്ലാ അമ്മമാർക്കും വേണ്ടത് മെൻ്റലി നമുക്ക് ഒരു കരുത്ത് വേണം. അതായത് ഇങ്ങനെയുള്ള മക്കളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന് നമ്മൾ തന്നെ സ്വയം പ്രതിജ്ഞ എടുത്തിട്ട് അവർക്ക് എപ്പോഴും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് രീതിയാണ് നമുക്ക് ഇവരെ കൊണ്ടുവരുന്നത്. ഇവരിൻ്റെ ബ്രെയിനിന് അതിനുള്ള കഴിവില്ല. അപ്പം നമ്മൾ അവൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന രീതിക്കാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അഥവാ ബ്രെയിൻ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നിഹാൽ ഇങ്ങനെ മലയാളം വായിക്കാൻ പഠിച്ചത് ഞാൻ വീട്ടിലിരുത്തിയിട്ടാണ്. അതായത് 10-12 വർഷം കൊണ്ടാണ് നിഹാൽ വീട്ടിലിരുന്ന് പഠിച്ചിട്ടാണ് ഇത്രയും മലയാളം വായിക്കുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ തന്നെ വിചാരിക്കണം. അതായത് വീട്ടിൽ നമ്മൾ അമ്മമാരാണ് ഏറ്റവും നല്ല ട്രെയിനർ നമ്മുടെ മക്കൾക്ക്. ഒരു കുട്ടി ഓട്ടിസ്റ്റിക്കായി അവനിൽ അറ്റൻഷൻ കൺട്രോളില്ല, പിന്നെ എന്താ പറയുക, ഹൈപ്പർ ആക്ടിവിറ്റി, ഈ എന്താ പറയുക, മുഖത്തോട് മുഖം നോക്കുന്നില്ല, ഇതെല്ലാം ഇവരുടെ രീതികളാണ്. ഇതൊക്കെ നമുക്ക് അവനിലൊരു 2-3 വയസ്സാകുമ്പോഴത്തേനും നമുക്കിത് മനസ്സിലാവും. എല്ലാ അമ്മമാർക്കും ഇത് മനസ്സിലാവും അല്ലേ? അതേപോലെ ഒരു മനസ്സിലായ ഉമ്മയാണ് ഞാനും. അങ്ങനെ മനസ്സിലായിട്ട് ആദ്യമൊക്കെ കുറേ വിഷമിച്ച ഉമ്മയാണ് ഞാൻ, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക, എങ്ങനെയാണ് എന്ന്. പക്ഷേ ഓരോ കാര്യങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും ഓരോ മാസം കഴിയുന്തോറും നിഹാലിൽ നമ്മൾ അവനെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നപ്പോഴാണ് അവനിലിങ്ങനെ പുരോഗതി വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓട്ടിസ്റ്റിക്കായ കുട്ടിനെ എങ്ങനെ വളർത്തി നിഹാലിനെ പോലെ ഇങ്ങനെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ വായിപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിഹാൽ. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. അവരിനെ നമുക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരാം. നമ്മുടെ രീതിക്ക് നമ്മുടെ മക്കളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു കഴിവും സാമർഥ്യമാണ് നമ്മളെപ്പോലുള്ള അമ്മമാർക്ക് എപ്പോഴും വേണ്ടത്. ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും ഇപ്പോൾ ആ ഈ എന്ന് പറഞ്ഞ് തുടങ്ങണം നമ്മൾ നമ്മുടെ മക്കളോട്. അപ്പോൾ അവർ കുറേ പ്രാവശ്യം പറയുമ്പോൾ ഇപ്പോൾ ചില കുട്ടികൾ പല രീതിയിലും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാണ്ടാവും. പിന്നെ 2 അക്ഷരത്തിലായിരിക്കും സംസാര രീതി ആദ്യ തുടക്കത്തിൽ. ചിലർ ബാ എന്നുള്ള സംസാരങ്ങളായിരിക്കും. നിഹാൽ 1-2 വാക്കിൽ സംസാരം നിർത്തിയ ആളാണ്. പിന്നെ മറന്നുപോയി നിഹാലിന്. പിന്നെ ഞങ്ങൾ ആ രീതി ആവർത്തിച്ച് അവൻ ഇരിക്കുമ്പോൾ, അവൻ ഉറങ്ങുമ്പോൾ, അവൻ കിടക്കുമ്പോൾ, എന്താ പറയുക, അവന് ഓരോന്ന് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം അവൻ മറന്ന വാക്കുകൾ നമ്മൾ ആവർത്തിച്ച് പറയും. അങ്ങനെ ഓരോ വാക്കിലൂടെയും ഓരോ രീതിയിലൂടെയും
എങ്ങനെയൊക്കെ നമുക്ക് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ, ഒരു അമ്മമാർക്ക് എന്തൊക്കെ കഴിവുണ്ടോ നമ്മുടെ മക്കളെ ട്രെയിനിങ് ചെയ്യാൻ, അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ, പോസ്റ്റർ എഴുതിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചിത്രം വരഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ചിത്രങ്ങൾ വാങ്ങിച്ചിട്ട് അതിൽ ഓരോ അക്ഷരങ്ങൾ, ഇപ്പോൾ ആന എന്നുള്ളെങ്കിൽ ആന എന്ന് പറയാൻ ആ കുട്ടി കിട്ടുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ തുടക്കണം. അങ്ങനെ ട്രെയിനിങ് ചെയ്തിട്ടാണ് ഇന്ന് നിഹാൽ 20 വയസ്സായപ്പോൾ ഇങ്ങനെ മലയാളം വായിക്കാൻ പഠിച്ചത്. അല്ലാണ്ട് അവന് സ്കൂളിൽ പോയിട്ട് ആരും അവനെ പഠിപ്പിച്ചിട്ടില്ല, ആരും അവനെ നോക്കിയിട്ടില്ല. വീട്ടിലിരുന്നിട്ട് മൈക്ക് ഉപയോഗിച്ചിട്ട് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എഴുതാനും വായിക്കാനും നിഹാലിനെ പഠിപ്പിച്ചെടുത്തത്. എല്ലാ ഉമ്മമാരും അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ, മക്കളെ ഒരിക്കലും വിഷമിക്കേണ്ടതല്ല. ഇനി എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കേണ്ടതെന്നുള്ള രീതിയൊക്കെ ഞാൻ അടുത്തൊരു ഇതിൽ പറഞ്ഞുതരാം, അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.